ഹായ് ഡിയർ ഫ്രണ്ട്സ്, 2021 റിലീസ് ചെയ്ത ഇൻ ഫോർ എ മർഡർ എന്നൊരു ഡിറ്റക്റ്റീവ് സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഗംഭീരമായൊരു ട്വിസ്റ്റുള്ള ഒരു അടിപൊളി സിനിമയാണിത്. നമ്മുടെ നടി ഒരു വീട്ടമ്മയാണ്. ഭർത്താവാണ് കൺകണ്ട ദൈവമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുവൾ. അവളുടെ ഒരു സുഹൃത്ത് 15 വർഷം മുൻപ് ആ നാട്ടിൽ നിന്നും കാണാതായി. എവിടെ പോയി, എന്തായി, ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ആ മൃതദേഹം ആദ്യം കാണുന്നത് നമ്മുടെ നടിയാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 15 വർഷം മുൻപ് അവളുടെ സുഹൃത്തിനെ കാണാതാകുമ്പോൾ ആ സുഹൃത്തിന്റെ കഴുത്തിൽ ഏതു മാലയായിരുന്നോ ഇട്ടിരുന്നത്, അതേ മാല തന്നെയാണ് ഇപ്പോൾ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിലുമുണ്ടായിരുന്നത്. തന്റെ കാണാതായ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ആ മാല എങ്ങനെ ഈ മരിച്ച പെണ്ണിന്റെ കഴുത്തിൽ വന്നു? അതാദ്യം മനസ്സിലാക്കിയാലേ തന്റെ സുഹൃത്തിന് എന്തുപറ്റിയെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. ആരാണ് ഈ മരിച്ച പെൺകുട്ടി? ആരാണ്, എന്തിനുവേണ്ടിയാണ് അവളെ കൊന്നത്? ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ നായിക. ഇതിലെന്തെല്ലാം ട്വിസ്റ്റുകളുണ്ട്. അവസാനം ആരാണ് ആ കൊലയാളി? ഇതാണ് സിനിമയുടെ കഥ. നേരെ സിനിമയിലേക്ക് പോകാം. കൊലയാളി ആരാണെന്ന് നിങ്ങൾക്ക് തുടക്കത്തിലെ മനസ്സിലായാൽ നിങ്ങൾ തീർച്ചയായും അത് കമന്റിൽ പറയണേ. മാർക്കറ്റിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളുമെല്ലാം വാങ്ങിയിട്ട് വളരെ സന്തോഷത്തോടെ, നല്ല ചിരിച്ച മുഖത്തോടെ ഒരു സൈക്കിളിൽ വരുന്ന ഒരു സ്ത്രീയെയാണ് ആദ്യ സീനിൽ കാണിക്കുന്നത്. അവളാണ് സിനിമയിലെ നായിക. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന മനോഹരമായ ഒരു കുടുംബം. ഭർത്താവ് ശരിയായ ഒരു പെർഫെക്റ്റ് ഭ്രാന്തനാണ്. ഒരു വര വരച്ച് ആ വരയിലൂടെ മാത്രം ബാക്കി എല്ലാവരും ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. കുടുംബത്തിലെ ആളുകളെയും അതുപോലെ ജീവിക്കാൻ പറയുന്ന ഒരു ഡോമിനന്റ് സ്വഭാവക്കാരൻ. അതിലുപരി അവനെ സംബന്ധിച്ചിടത്തോളം, അതായത് അവൻ പെരുമാറുന്ന രീതി വെച്ച് നോക്കിയാൽ, നായിക അവനൊരു സോൾമേറ്റ് എന്നതിലുപരി അവന്റെ വീട്ടുജോലികൾ ചെയ്യുന്ന ഒരു വേലക്കാരിയാണ്. അങ്ങനെയാണ് അവൻ പെരുമാറുന്നത്. അതറിഞ്ഞിട്ടും കുടുംബമെന്നൊരു മായവലയിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയും? വിധിയെന്ന് കരുതി ജീവിതം മുന്നോട്ടു പോവുകയാണ്. ഒരു ദിവസം രാവിലെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എടോ, ഞാൻ പറയാറില്ലേ ഈ ഹോട്ടലിന്റെ ഉടമയായ ആ മൊട്ടത്തെലിയന്റെ കാര്യം? ആ പണക്കാരൻ, അവന്റെ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ പഴയ ഭാര്യയെ നൈസായി അങ്ങ് ഒഴിവാക്കി പുതുതായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ലേ? അവളെ കണ്ടാൽ അട്രാക്ഷനൊക്കെ തോന്നും. അവൾക്ക് ടെന്നീസ് കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആ മൊട്ടത്തെലിയൻ ടെന്നീസ് കളിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ടെന്നീസിൽ പുലിയാണെന്ന് നിനക്കറിയാമല്ലോ. നമുക്ക് നാളെ ഫാമിലിയായിട്ട് പോകാം. നിങ്ങൾക്കെന്റെ കളിയും കാണാം, എൻ്റെ ഹസ്ബൻഡ് പറയുന്നു. ആ കൊള്ളാം, നിങ്ങൾക്കവിടെ ടെന്നീസ് കളിക്കാം. അവിടെ വന്നിട്ട് ഞാനും പിള്ളേരും എന്തു കാണിക്കാനാണെന്ന് പറഞ്ഞു നായിക കളിയാക്കി ചിരിക്കുന്നു. അന്ന് രാത്രി ഭർത്താവ് ഒരു വശത്ത് മൊബൈലിൽ കുത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് നായിക താഴെ കിടക്കുന്ന അവന്റെ വസ്ത്രങ്ങളെല്ലാം അലക്കാൻ വേണ്ടിയെടുത്തു. പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. എന്തോ ഒരു രസീത്, എന്തോ ഒന്ന് കാണുന്നു. ഉടൻ തന്നെ നായികയുടെ മുഖം 1000 വാട്ട്സ് ബൾബ് പോലെ തിളങ്ങുന്നു. അവൾ സന്തോഷത്തോടെ ഞാൻ നായയെ വാക്കിങ്ങിന് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞ് നായയോടൊപ്പം വീടിനടുത്തുള്ള പാർക്കിലേക്ക് നടന്നു പോവുകയാണ്. വഴിയിലൊരു സുഹൃത്തിന് ഫോൺ വിളിച്ച് അവൾ പറഞ്ഞു, എടി, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഒരു സർപ്രൈസ് ഉണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ ഒരു ലേഡീസ് പെർഫ്യൂം വാങ്ങിയതിൻ്റെ രസീത് കിട്ടി. എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും വാങ്ങി വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. എപ്പോഴാണ് തരാൻ പോകുന്നതെന്നറിയില്ല. അത് ഓർത്തിട്ട് തന്നെ വലിയ സന്തോഷം തോന്നുന്നു എന്ന് നടി പറയുന്നു. നിന്റെ ഭർത്താവോ? അതും നിനക്ക് സമ്മാനം വാങ്ങിത്തരാനോ? അവന്റെ സ്വഭാവമനുസരിച്ച് നിന്റെ ഭർത്താവ് നിനക്ക് സമ്മാനം വാങ്ങിത്തരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നതാണോടി? ആദ്യം അത് എപ്പോഴാണ് വാങ്ങിയതെന്ന് തീയതി നോക്കിയോ? ആദ്യം നിനക്കത് കയ്യിൽ കിട്ടിയിട്ട് ബാക്കി പറ എന്നും പറഞ്ഞ് ഫ്രണ്ട് നായികയെ കളിയാക്കുന്നു. ഈ സമയം നായിക നായയെ കൂട്ടി നടക്കാനിറങ്ങിയതാണല്ലോ. അത് തനിയെ പാർക്കിനുള്ളിലേക്ക് ഓടിപ്പോയി. അകത്തുപോയ നായ വളരെ ഉച്ചത്തിൽ കുരയ്ക്കുന്നു. എന്താണെന്ന് നായ കുരിക്കുന്നതെന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കിടക്കുന്നു. ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഉടൻ തന്നെ പോലീസെല്ലാം ക്രൈം സീനിലേക്ക് എത്തുകയാണ്. എല്ലാ ക്രൈം സീനുകളിലും ക്രൈം നടന്ന സ്ഥലത്ത് പോലീസ് ടേപ്പ് ഇട്ടിരിക്കുമല്ലോ. ഇപ്പോൾ ആ ടേപ്പ് പൊളിച്ച് സ്കൂട്ടറിൽ ഒരാൾ അകത്തേക്ക് വരുന്നു. അവൻ ഈ നാട്ടിലെ ഇൻസ്പെക്ടറാണ്. ആളത്ര വലിയ സംഭവമൊന്നുമല്ല. തന്റെ വായിൽ നാക്കുകൊണ്ട് എങ്ങനെയോ പിടിച്ചു നിന്ന് ജീവിക്കുന്നു. അതായത് അവനറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളി പറയും, അത് ശരിയാണ്, ഞാനിപ്പോൾ ആലോചിച്ചതേയുള്ളൂ, അല്ലെങ്കിൽ അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ക്രെഡിറ്റ് തട്ടിയെടുക്കും. അങ്ങനെ ഇതുപോലെ വെറുതെ കാര്യങ്ങൾ പെരിപ്പിച്ചു പറഞ്ഞ് ആളിപ്പോൾ ഇൻസ്പെക്ടർ വരെയായി. അതിലുപരി ഇൻസ്പെക്ടറും നായികയും കുട്ടിക്കാലം മുതലേ കൂട്ടുകാരാണ്. ഇപ്പോൾ ഇൻസ്പെക്ടർ ഗൗരവത്തോടെ നായികയുടെ അടുത്ത് വന്ന്, നീയാണോ മൃതദേഹം കണ്ടത്? എത്ര മണിക്കാണ് കണ്ടത്? കൊലപാതകിയെ നീ കണ്ടോ? എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നായിക മൃതദേഹം കണ്ട സമയം അവിടെ കൊലപാതകിയെ കണ്ടോ ഇല്ലയോ എന്ന് അവൾക്കറിയില്ല. പക്ഷേ തൊപ്പിയിട്ട ഒരാളെ അവൾ കണ്ടിട്ടുണ്ട്. അവൻ ഈ നാട്ടിലെല്ലായിടത്തും കറങ്ങി നടക്കുന്ന ഒരു മദ്യപാനിയായൊരുത്തനാണ്. രണ്ടാമത് മരിച്ചിരിക്കുന്നതൊരു പെൺകുട്ടിയാണ്. നമുക്ക് ആ പെൺകുട്ടിയെ ഇര എന്ന് വിളിക്കാം. ഇര ഈ നാട്ടിലെ പെൺകുട്ടിയല്ല.
മറ്റാരായിരിക്കും എന്തിനാണ് ഇവിടെ വന്നതും കൊല്ലപ്പെട്ടതുമെന്ന് ഇൻസ്പെക്ടർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൾ ഈ നാട്ടിൽ നടന്ന ഏതോ ഒരു പാർട്ടിക്ക് വന്നതാണ്. അവളുടെ വസ്ത്രം നോക്കൂ, പെൺകുട്ടികൾ പാർട്ടിക്ക് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം. അതുകൊണ്ട് പാർട്ടി കഴിഞ്ഞ ശേഷം ഈ വഴിയിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാകും. അപ്പോൾ ആരോ വന്നവളെ കൊലപ്പെടുത്തിയതാണ് എന്ന് അഗതാ ക്രിസ്റ്റിയുടെ നോവൽ ദിവസങ്ങളോളം വായിച്ച് നായികയുടെ ഉള്ളിൽ ഒരു ചെറിയ ഡിറ്റക്റ്റീവ് ബുദ്ധി ഉണരുന്നു. അങ്ങനെയൊരു പോയിന്റ് അവൾ പറഞ്ഞപ്പോൾ, ശരിയാണ്, ഞാനും അതുതന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് നീ പറയുന്നു. കൊള്ളാം, എന്നെപ്പോലെ നിനക്കും ബുദ്ധിയുണ്ട് എന്നുടൻ തന്നെ ഇൻസ്പെക്ടറും ആളുടെ സ്വഭാവം പുറത്തെടുക്കുന്നു. അടുത്ത ദിവസം നായിക നാടെങ്ങും പ്രശസ്തിയായി. ഇവളാണ് ആദ്യം മൃതദേഹം കണ്ടത്. ഓ മൈ ഗോഡ്, അതെത്ര ഭീകരമായിരുന്നിരിക്കും എന്നെല്ലായിടത്തും നായികയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നായികയും അവളുടെ കുടുംബവും പള്ളിയിൽ പോയി പുറത്തേക്ക് വരുമ്പോൾ പ്രായമായൊരു അപ്പൂപ്പനും അമ്മൂമ്മയും നായികയെ വിളിച്ച്, എന്താ മോളെ, ഇന്നലെ രാത്രി പാർക്കിലൊരു മൃതദേഹം കണ്ടെന്ന് കേട്ടല്ലോ. സൂക്ഷിക്കണം മോളെ, രാത്രി സമയത്തൊക്കെ എന്തിനാണ് പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് നായികയുടെ കഴുത്തിൽ എം എന്ന ഷേപ്പിലൊരു മാലയുണ്ട്. അത് കണ്ടിട്ട്, നോക്കൂ, ഇതേപോലെയുള്ള W എന്ന ലെറ്ററിലെ ഒരു മാല എന്റെ മകളും ഇട്ടിരുന്നു. പാവം, അവൾ എവിടെ പോയി, എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്നവർ ദുഃഖത്തോടെ സംസാരിച്ചവർ നടന്നുപോകുന്നു. അപ്പോൾ നായികയുടെ കുട്ടികൾ ചോദിക്കുന്നു, അമ്മ, ആരാണത്? അവർ ആരെക്കുറിച്ചോ പറയുന്നുണ്ടല്ലോ. അത് മരിച്ചുപോയ അവരുടെ മകളെക്കുറിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ എന്റെ പിള്ളേരെ, ആ വായൊന്ന് അടച്ചുവെക്കാവോ? ആ ചെറിയ വായ് കൊണ്ട് വലിയ വർത്താനം പറയണ്ട. അവർ പറയുന്ന പെൺകുട്ടി എനിക്ക് എത്രത്തോളം അടുത്ത സുഹൃത്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ല. അവൾ മരിച്ചിട്ടൊന്നുമുണ്ടാവില്ല. 15 വർഷം മുമ്പ് കാണാതായതാണ്. എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വെറ്ററിനറി ഡോക്ടർ വരുന്നു. സത്യം പറഞ്ഞാൽ ഇവനാണ് ഈ സിനിമയിലെ നായകൻ. നായികയ്ക്ക് നായകനോട് വളരെ കാലമായൊരു ചെറിയ ക്രഷുണ്ട്. നായകന് പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എടോ, എത്രയോ കാലമായി എന്റെ ക്ലിനിക്കിലൊരു ജോലി ഒഴിവുണ്ടെന്നറിയാവോ? നീയും വെറുതെ ഇരിക്കുകയല്ലേ, വന്നൊന്ന് ട്രൈ ചെയ്തു നോക്കൂടെ? എത്ര നാളായി ഞാനിത് പറയുന്നു എന്ന് നായകൻ അവരോട് പറയുന്നു. ഇത് കേട്ടതും ഭർത്താവിന് ദേഷ്യം വരുന്നു. കാരണം അവളോട് സ്നേഹക്കൂടുതലുള്ളതുകൊണ്ടല്ല. അവൾ പണിക്ക് പോയാൽ വീട്ടിലെ കാര്യങ്ങളും തന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളുമൊക്കെ പിന്നെ ആര് നോക്കും എന്നാലോചിച്ചിട്ടാണ് പുള്ളിയിടയിൽ കയറി പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഈ കാര്യം നേരത്തെ സംസാരിച്ചതാണ്. കുട്ടികൾ വലുതായിട്ട് മാത്രമേ അവളിനി ജോലിക്ക് നോക്കുന്നുള്ളൂ എന്ന് നായികയുടെ ഭർത്താവ് മറുപടി പറഞ്ഞ് ആ സംസാരം അവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഇത് കേട്ടതും, ഓക്കെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം, താൽപ്പര്യമുണ്ടെങ്കിൽ വരൂ, ജോബ് ഓഫർ ഓപ്പണാണ് എന്ന് പറഞ്ഞ് നായകൻ അവിടുന്ന് ബൈ പറഞ്ഞു പോവുകയാണ്. സത്യം പറഞ്ഞാൽ നായികയ്ക്ക് അവിടെ ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യണമെന്നും നായകനെ കാണണമെന്നും എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാം ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയാണ്. തന്റെ വിധി ഇതായിപ്പോയി എന്ന് നെടുവീർപ്പോടുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ കാണുന്നു. അതിലുള്ളത് ഈ നാട്ടിലെ മന്ത്രവാദി, മായാജാലക്കാരൻ, ഭാവി പറയുന്നവൻ, എങ്ങനെ വേണമെങ്കിലും അയാളെ വിളിക്കാം. അവനെ കണ്ടതും നായികയുടെ ഉള്ളിലൊരു ഫ്ലാഷ് ബാക്ക്. 15 വർഷം മുമ്പ് നായികയുടെ കൂട്ടുകാരിയെ കാണാതായപ്പോൾ അവളെ കണ്ടുപിടിച്ചു തരാൻ പറഞ്ഞ് നായിക മന്ത്രവാദിയുടെ അടുത്താണ് പോയത്. അപ്പോൾ നായികയും അവളുടെ കൂട്ടുകാരിയും കഴുത്തിൽ ഒരേപോലെയുള്ള മാല ധരിച്ചിട്ടുണ്ട്. ഒരേ ഒരു വ്യത്യാസം, നായികയുടെ മാലയിൽ M എന്ന അക്ഷരവും കൂട്ടുകാരിയുടെ മാലയിൽ W എന്ന അക്ഷരവുമുണ്ടാകും. അങ്ങനെ ആ മാല മന്ത്രവാദിയുടെ അടുത്ത് കൊടുത്ത്, ഇതുപോലെയൊരു മാല എന്റെ കൂട്ടുകാരി ധരിച്ചിരുന്നു, കുറച്ചു ദിവസമായി അവളെ കാണുന്നില്ല, നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവളെ കണ്ടുപിടിച്ചു തരുമോ? ഞാൻ ഇത്രയും കാലം സ്വരുക്കൂട്ടിയ പണവുമായാണ് വന്നത്. ഈ പണം വാങ്ങിയിട്ട് അവളെ ഒന്ന് കണ്ടുപിടിച്ചു തരൂ എന്ന് നടി പറയുന്നു. നായിക അത്രയും ചോദിച്ചിട്ടും വെറുതെ മാല വാങ്ങി കയ്യിൽ വെച്ച് ആബ്രാകാഡാബ്ര എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചവൻ. കഷ്ടമാണ്, വളരെ കഷ്ടം. എന്റെ റഡാറിൽപ്പെടാത്ത ദൂരത്താണ് നിന്റെ കൂട്ടുകാരി. കൃത്യമായി അവളുടെ സ്ഥാനം കണ്ടെത്തണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പണം ആവശ്യമാണ്. പോയി കൂടുതൽ പണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് നായികയെ തിരിച്ചയച്ചു. അന്നു മുതൽ നായികയ്ക്ക് അവനോട് ദേഷ്യമാണ്. എപ്പോഴെങ്കിലും അവനെ തന്റെ കയ്യിൽ കിട്ടും, കൈകാര്യം ചെയ്യണം എന്ന് കാത്തിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത സീനിൽ നായിക ഭർത്താവ് പറഞ്ഞില്ലേ, അയാൾക്കും ഓണറുടെ ഭാര്യയ്ക്കും ഒരു ടെന്നീസ് മാച്ച് ഉണ്ടെന്ന്. അത് നടക്കുന്നു. ഭർത്താവ് ഓണറുടെ അടുത്ത് നായികയെ പരിചയപ്പെടുത്തുന്നു. ഒപ്പം ഫ്രീയാണെങ്കിൽ വീട്ടിലേക്ക് വരൂ, രാത്രി ഭക്ഷണം കഴിക്കാമെന്ന് ഭർത്താവ് ഓണറുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ഓണർക്കതിൽ താൽപ്പര്യമില്ല. മനസ്സിലായി, ദിവസവും ഓവറായി വർക്ക് ചെയ്യുന്നു, കുറച്ച് റെസ്റ്റ് വേണ്ടേ? ഞങ്ങൾക്കും മാനസിക പിരിമുറുക്കത്തിലാണ്. ഇന്നലെ രാത്രി എന്റെ ഭാര്യ പാർക്കിലൊരു മൃതദേഹം കണ്ടതുമുതൽ ഞങ്ങളുടെ കുടുംബത്തിലും സമാധാനമില്ല എന്ന് ഭർത്താവ് ഈ കാര്യം പറഞ്ഞതും മുട്ടയുടെ മുഖത്തൊരു മാറ്റം. കുറച്ചു മുൻപ് ഡിന്നർ പാർട്ടിക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞവൻ, അതെ, ഡിന്നർ എത്ര മണിക്കാണ് എന്ന് ചോദിച്ചു. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞ് പുതിയ ഭാര്യയോടൊപ്പം നായികയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ കുറച്ചുനേരം സമയം ചെലവഴിച്ചിട്ട് പിന്നെ ചുമ്മാ ഓണറുടെ ഭാര്യ ഇന്നലെ ഈ നാട്ടിലൊരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ അവളെടുത്ത ഫോട്ടോകളെല്ലാം ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ മൊട്ടയുടെ ചിന്ത മുഴുവൻ നായിക എപ്പോൾ എവിടെയാണ് മൃതദേഹം കണ്ടത്, അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നതിലാണ്. അതെ, അവിടെ മൃതദേഹം കണ്ടോ, കൊലപാതകിയെ മനസ്സിലായോ, അവിടെ ക്യാമറയൊന്നുമില്ലേ എന്നെല്ലാം ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. മൃതദേഹം കണ്ടു സാർ, ക്യാമറകൾ ഒരുപാടുണ്ട്. പക്ഷെ കൊലയാളിയുടെ ഭാഗ്യം, കൃത്യമായി ക്യാമറയില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെ ഒരു മദ്യപാനിയെ ഞാൻ കണ്ടു. പോലീസെല്ലാം ആ മദ്യപാനിയാണ് കൊലപാതകി എന്ന് കരുതുന്നു. എനിക്ക് മാത്രം അങ്ങനെ തോന്നുന്നില്ല സാർ എന്ന് നായിക പറഞ്ഞ് എന്തുകൊണ്ട് എന്ന് മൊട്ട ചോദിക്കുന്നതിനു മുൻപ്, അയ്യയ്യോ, എന്തിനാണ് കൊലപാതകത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നത്, കുറച്ചുനേരം മിണ്ടാതിരുന്നാലെന്താ എന്ന് നായികയുടെ ഭർത്താവ് നായികയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. ഓണറുടെ ഭാര്യ പാർട്ടിയിലെടുത്ത ഫോട്ടോകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിലൊരു ഫോട്ടോയിൽ ഇന്നലെ രാത്രി പാർക്കിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി ഓണറുടെ ഭാര്യയോടൊപ്പം നിന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ആരാണ് ആ പെൺകുട്ടി, എവിടെ പോയിട്ട് വന്നു എന്നറിയാതിരുന്ന ചോദ്യത്തിനുത്തരം ലഭിച്ചില്ലേ? ഉടൻ തന്നെ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് നൈസായി നായിക ഇൻസ്പെക്ടറേറ്റ് വിളിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു. ഫോൺ ചെയ്തു വന്നപ്പോഴേക്കും ഓണറിനെയും ഭാര്യയെയും കാണുന്നില്ല. ഇപ്പോൾ സന്തോഷമായില്ലേ? ഞാനായിട്ട് എന്തെങ്കിലും സംസാരിച്ച് അയാളുടെ അടുത്തുനിന്ന് ബിസിനസ് പിടിക്കാമെന്ന് കരുതി കൂടെ കൊണ്ടുവന്നത്, അപ്പോൾ ഓരോന്നും പറഞ്ഞ് അവരെ ഓടിച്ചുവിട്ടു എന്ന് നായികയുടെ ഭർത്താവ് ദേഷ്യപ്പെടുന്നു. നായിക TV ഡിസ്പ്ലേയിൽ കണ്ട ഫോട്ടോ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അത് വീണ്ടും നോക്കുമ്പോഴാണ് അടുത്ത ഒരു വലിയ ട്വിസ്റ്റ്. ഫോട്ടോയിലുള്ള മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ 15 വർഷം മുൻപ് കാണാതായ നായികയുടെ കൂട്ടുകാരി ധരിച്ചിരുന്ന അതേ മാലയാണുള്ളത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോകുന്നു. കൂട്ടുകാരി കാണാതാവുന്നതിന് മുൻപെടുത്ത ഫോട്ടോയും ഇപ്പോൾ പാർട്ടിക്ക് വന്ന ഇരയുടെ ഫോട്ടോയും കാണിച്ച്, കഴുത്തിൽ മാല കാണുന്നുണ്ടോ, ഇത് കാണാതായ നമ്മുടെ കൂട്ടുകാരിയുടെ മാലയാണ്. കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഇരയുടെ വസ്ത്രം വെച്ച് അവൾ ഏതോ ഒരു പാർട്ടിക്ക് പോയിട്ട് വന്നതാണെന്ന്. രാഷ്ട്രീയക്കാരന്റെ പാർട്ടിക്കാണ് പോയിരുന്നത്. എന്താണ്, എവിടെയാണ് എന്ന് നോക്കിയോ എന്ന് നായിക ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. ഇവന്റെ കഥ നമുക്കറിയില്ല. ഞാൻ ഓർത്തു, എവിടെയെല്ലാം പാർട്ടികൾ നടന്നിട്ടുണ്ടെന്ന് ഞാൻ നോക്കാമെന്ന് കരുതി. അതിനു മുൻപേ നീ തന്നെ വന്ന് പറഞ്ഞു. ശരി, ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അന്വേഷണത്തിനായി പുറപ്പെടാനൊരുങ്ങുന്നു. അപ്പോൾ ഞാനും കൂടെ വരാം, ഞാനും ആ വഴിയാണല്ലോ എന്നും പറഞ്ഞ് നായിക നിർബന്ധിക്കുന്നു. എന്താ, ലോകത്ത് ആ ഒരു മാല മാത്രമേ ഉള്ളൂ? ഈ ഒരു മാല വെച്ച് നീ കാണിക്കുന്ന ഈ കോലാഹലം സഹിക്കുന്നില്ലല്ലോ, ദേഷ്യം പിടിപ്പിക്കാതെ മാറൂ എന്ന് പറഞ്ഞ് നായികയെ ഒഴിവാക്കി അവിടെ നിന്നും പോകുന്നു. പക്ഷെ നായിക എങ്ങനെ വിടും? അവൾ വിട്ടുകൊടുക്കുന്നില്ല. നായികയും അവളുടെ കൂട്ടുകാരിയും ഈ മാല ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അങ്ങനെ ആ മാലയുണ്ടാക്കിയ സ്വർണ്ണപ്പണിക്കാരനെ തേടിപ്പോവുകയാണ്. പോകുന്ന വഴിയിൽ നായികയും കൂട്ടുകാരിയും ഒന്നിച്ചുണ്ടായിരുന്നതും രണ്ടുപേരും 2 മാലകൾ വാങ്ങി മാറി മാറി ഇട്ടതുമെല്ലാം ഓർത്തുകൊണ്ട് സ്വർണ്ണപ്പണിക്കാരന്റെ വീട്ടിലേക്ക് വരുന്നു. അയാളിപ്പോൾ പതിവിന് വിപരീതമായി എപ്പോഴുമുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് പലതരം സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് കാര്യമറിയില്ലേ മോളെ, ഖത്തറിലെ ഷെയ്ഖിന്റെ പൂച്ചയ്ക്ക് സുഖമില്ലായിരുന്നത്രേ. ആ പൂച്ചയുടെ ഫോട്ടോ വെച്ച് നമ്മുടെ നാട്ടിലെ മന്ത്രവാദിയുണ്ടല്ലോ, പോസിറ്റീവ് എനർജി അയച്ച് പൂച്ചയെ സുഖപ്പെടുത്തി കളഞ്ഞു. അതിന് നന്ദി പറയാൻ വേണ്ടി ഖത്തറിൽ നിന്ന് ഷെയ്ഖ് തന്നെ വന്ന് മന്ത്രവാദിയെ കാണാൻ പോവുകയാണത്രേ. വരുന്ന ഷെയ്ഖിന് പലതരം സമ്മാനങ്ങൾ കൊടുക്കണമല്ലോ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു. അതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നവൾ ചിന്തിക്കുന്നതിനു മുൻപ് ആ സ്വർണ്ണപ്പണിക്കാരന്റെ നായ എന്തോ കഴിച്ച് വല്ലാതെ ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ ആ അവസരം മുതലെടുത്ത് സ്വർണ്ണപ്പണിക്കാരനെയും നായയെയും കൊണ്ട് അവൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആളുടെ അടുത്തേക്ക് തന്നെ ചെന്നു. അത് വേറെ ആരുമല്ല, ആ വെറ്റിനറി ഡോക്ടറായ നായകന്റെ അടുത്തേക്ക് തന്നെയാണ്. അങ്ങനെ നായകന്റെ ക്ലിനിക്കിലേക്ക് ആ നായയും കൂട്ടി പോകുന്നു. അവിടെ നായികയ്ക്കും നായകനും കണ്ണുകളാൽ തന്നെ ഒരു കിന്നാരമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നായയെ രക്ഷിച്ചു. ഇനി നായിക എന്തിനാണ് സ്വർണ്ണപ്പണിക്കാരനെ കാണാൻ വന്നത്? ആ ജോലിയും തീർക്കണമല്ലോ. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരനോട് അവൾ പറയുന്നു, സർ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നല്ലപോലെ ആലോചിച്ചുത്തരം പറയണം. ഞാൻ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ടല്ലോ, ഈ മാല നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത് എന്ന് നായിക ചോദിക്കുന്നു. അതെ അതെ, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത് മാത്രമല്ല, എയിൽ തുടങ്ങി ഇസഡ് വരെ ഓരോ അക്ഷരത്തിലും ഓരോ മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞപ്പോൾ, ഉറപ്പാണല്ലോ, ഓരോ അക്ഷരത്തിലും ഓരോ മാല മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇതുപോലെ നിങ്ങൾ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സത്യം ചെയ്തു പറയുന്നു, ആ ഡിസൈനുള്ള ഓരോ മാലകൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിലിട്ടിരിക്കുന്ന മാല തീർച്ചയായും കാണാതായ നായികയുടെ കൂട്ടുകാരിയുടെ മാല തന്നെയാണ്. നായിക ഇത് സ്റ്റേഷനിലുള്ള ഇൻസ്പെക്ടറോട് പറയാൻ പോകുമ്പോൾ അപ്പോഴാണ് ഇൻസ്പെക്ടർ തിടുക്കത്തിൽ എവിടേക്കോ പുറപ്പെടുന്നത്. നായിക അയാളുടെ പിന്നാലെ പോകുന്നു. അവിടെ ഒരു ട്വിസ്റ്റ്. ഇൻസ്പെക്ടർ എത്തുന്ന സ്ഥലത്ത് മറ്റൊരു കൊലപാതകം നടന്നിരിക്കുന്നു.
ഇവിടെ മരിച്ചു കിടക്കുന്നത് പാർക്കിലെ കൊലപാതകം നടന്ന സ്ഥലത്ത് താനൊരു മദ്യപാനിയെ കണ്ടെന്ന് നായിക പറഞ്ഞില്ലേ, ആ മദ്യപാനി അമിതമായി മദ്യപിച്ച് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നറിയാതെ താഴെ വീണ് അപകടത്തിൽ മരിച്ചതാണെന്ന് ഇൻസ്പെക്ടർ ഒരു നിഗമനത്തിലെത്തുന്നു. കൂടുതൽ വിശദമായി പറയുകയാണെങ്കിൽ മദ്യപാനി മോഷണം നടത്തണമെന്ന ഉദ്ദേശത്തിൽ ആ പെൺകുട്ടിയെ പാർക്കിൽ വെച്ച് കൊള്ളയടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പിന്നീട് കവർച്ച ചെയ്ത പണം കൊണ്ട് അമിതമായി മദ്യപിച്ച് ഹാൻഡ് റെയിലില്ലാത്ത ഈ കെട്ടിടത്തിൽ ലഹരിയിൽ നടക്കുമ്പോൾ മുകളിൽ നിന്ന് താഴെ വീണതാണെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ആ സമയത്ത് കറക്റ്റായി നായിക അവളുടെ നിഗമനങ്ങൾ അവരോട് പറയുന്നു. കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധിയില്ലേ അവന്? നല്ലപോലെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവൻ എത്ര മദ്യപാനിയായിരുന്നാലും എപ്പോഴെങ്കിലും അവൻ മദ്യപിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് നമ്മളോട് ഭിക്ഷയാചിച്ചിട്ടുണ്ടോ? ജോലി ചെയ്ത ആ പണം കൊണ്ട് മാത്രമല്ലേ മദ്യപിച്ചിട്ടുള്ളൂ. പണത്തിനു വേണ്ടി കൊലപാതകം ചെയ്യുന്നത്രയും ക്രൂരനായ ആളല്ല അവൻ. എനിക്കെന്തോ ഇവനെയും ആരോ കൊല ചെയ്ത പോലെയാണ് തോന്നുന്നത് എന്നവൾ ഇൻസ്പെക്ടറോട് പറയുന്നു. ഇൻസ്പെക്ടർക്കിതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്താൽ മതിയെന്ന ഉദ്ദേശത്തിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് അവളുടെ എൻട്രിയും ഈ നിഗമനങ്ങളും. ഇത് കേട്ടിട്ട് അയാൾക്ക് ദേഷ്യം വന്നു. പാർട്ടിയിൽ വന്നപ്പോൾ അവളുടെ ദേഹത്തു മാലയുണ്ടായിരുന്നു. പക്ഷേ കൊലപാതകത്തിന് ശേഷം ആ മാല മിസ്സിംഗ് ആണ്. അപ്പോൾ അതൊരു മോഷണമാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നിന്റെ തന്നെ മൊഴിയുണ്ട് ഈ കുടിയനെപ്പോലെ ഒരാളെ അവിടെ കണ്ടതായിട്ട്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനൊക്കെ ഞങ്ങളുണ്ട്. ആരാ ഇവളെ ക്രൈം സീനിലേക്ക് വിട്ടത്? നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കുന്നു. നായിക പുറത്തേക്ക് നടക്കുമ്പോൾ മന്ത്രവാദിയുടെ അടുത്തുനിന്ന് ഇൻസ്പെക്ടർക്ക് കോൾ വരുന്നു. ഇൻസ്പെക്ടർ മന്ത്രവാദിയുടെ പേര് പറഞ്ഞ് സംസാരിച്ചപ്പോൾ നായിക ആ പേര് കേട്ടു. അടുത്തതായി ഇൻസ്പെക്ടർ മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു. അവൻ നിരനിരയായി 4 പേരെ നിർത്തി അവരെ സുഖപ്പെടുത്തുന്നതിന്റെ പേരിൽ വിദ്യകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ 10ാമത്തെ ആളോടൊപ്പം 11ാമനായി ഇൻസ്പെക്ടറും പോയി നിന്നപ്പോൾ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറുടെ മേലും മന്ത്രമിട്ടപ്പോൾ, ആശാനെ, ഞാൻ അതിനുവേണ്ടി വന്നതല്ല, നിങ്ങളെ കാണാൻ ഷെയ്ക്ക് വരുന്നില്ലേ, അതുകൊണ്ടാണ് സുരക്ഷാ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്, അതിനു മുമ്പേ എന്നെയും രോഗിയാക്കിയല്ലോ എന്ന് ഇൻസ്പെക്ടർ സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നായിക അവിടെ വന്നു. ഒരു പ്രയോജനവുമില്ലാത്ത ഇവന്റെ കൂടെയൊക്കെ എന്ത് സംസാരിക്കാൻ വന്നതാണ്? പണമുണ്ടെങ്കിൽ മാത്രമേ ഇയാളൊക്കെ വായ തുറക്കൂ. ഇവനൊക്കെ ഒരു വലിയ സന്യാസിയെന്ന് കരുതി ഇവന്റെ അടുത്ത് സംസാരിക്കാൻ വന്നല്ലോ എന്ന് നായിക അവിടെ വെച്ച് ബഹളമുണ്ടാക്കുന്നു. ദേഷ്യം പിടിച്ച് നായികയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഇൻസ്പെക്ടർ, നീ എന്നെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ലേ? നിനക്ക് അത്രത്തോളം അന്വേഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോകൂ. നിന്റെ ഭർത്താവ് പെർഫ്യൂം വാങ്ങിവെച്ചിട്ടുണ്ടല്ലോ, അതാർക്കു വേണ്ടിയാണ് വാങ്ങിയതെന്ന് നോക്കൂ, പോകൂ എന്ന് പറഞ്ഞ് നായികയെ പ്രകോപിപ്പിച്ചു വിടുന്നു. വീട്ടിലേക്ക് പോയ നായിക ഇതിനു മുമ്പ് അവൾ കണ്ട ആ പെർഫ്യൂം വാങ്ങിയ രസീത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു പുസ്തകത്തിൽ എടുത്തുവെക്കുന്നു. ഇതിനുശേഷം ആ പാർക്കിൽ വെച്ച് മൃതദേഹം കാണുന്നതിനു മുമ്പ് നായിക ഒരു കൂട്ടുകാരിയെ ഫോൺ വിളിച്ച് സംസാരിച്ചില്ലേ, അവളുടെ വീട്ടിൽ പോയി നടന്നതെല്ലാം പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വരുന്നു. ആ കൂട്ടുകാരിയുടെ സഹോദരനാണ് ആ ഇൻസ്പെക്ടർ. അങ്ങനെയാണ് ആ പെർഫ്യൂമിന്റെ കാര്യം അവൻ അറിഞ്ഞത്. നേരത്തെ അവിടെ വെച്ച് ചീത്ത പറഞ്ഞു വിട്ടുവെങ്കിലും വീട്ടിൽ വന്നപ്പോൾ ഇൻസ്പെക്ടർ അവളോട് സോറി പറയുന്നുണ്ട്. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നു. നീ പറഞ്ഞതാണ് ശരി, ഞാൻ കരുതിയതെല്ലാം തെറ്റായിരുന്നു. മദ്യപാനിയെ ആരോ കൊലപ്പെടുത്തിയതാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. പിന്നെ ഇരയെ കൊന്നില്ലേ, ഏതായുധം കൊണ്ടാണോ കൊന്നത് ആ ആയുധവും ക്രൈം സീനിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ മദ്യപാനിയുടെ വിരലടയാളമില്ല. അതുകൊണ്ട് അവൻ കൊലപാതകിയുമല്ല, അവൻ അപകടത്തിൽ മരിച്ചതുമല്ല. ആരോ അവനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്തിനുവേണ്ടിയായിരിക്കും? കൊലപാതകം നടന്ന സ്ഥലത്ത് അവനുണ്ടായിരുന്നു അല്ലേ? ഒരുപക്ഷെ കൊലപാതകം കണ്ടിരിക്കുമോ എന്ന ഭയത്തിലായിരിക്കും അവനെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ മൃതദേഹം ആദ്യം കണ്ടെത്തിയത് നായികയാണ്. അടുത്തത് നായികയുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ നിന്റെ ഫോണിൽ എമർജൻസി ലിസ്റ്റായി ഇടണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ ഈ ബട്ടൺ അമർത്തുക. നിന്റെ ലൊക്കേഷൻ എനിക്ക് ലഭിക്കും. ഉടനെ ഞാനും എൻ്റെ പോലീസ് ടീമും വരും എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞ് ഈ സീൻ അവസാനിക്കുന്നു. നായികയ്ക്ക് നായകനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഭർത്താവും ശ്രദ്ധിക്കുന്നില്ല. മിണ്ടാതെ നായകന്റെ ക്ലിനിക്കിൽ തന്നെ പോയി ജോലിക്ക് ചേരാമെന്ന് കരുതി അടുത്ത ദിവസം ടിപ്പ് ടോപ്പായി ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് എല്ലാം ഇട്ട് നായിക ക്ലിനിക്കിൽ പോയി നായകന്റെ മുന്നിൽ നിന്നു. അതേസമയം നായകനൊരു കോൾ വരുന്നു. അപ്പുറത്ത് സംസാരിക്കുന്നവരുടെ വീട്ടിൽ വളർത്തുന്ന നായക്കെന്തോ പ്രശ്നം. ഉടൻ വന്ന് നോക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ നായകൻ നായികയെ നോക്കി പറയുന്നു, നീ ജോലിക്ക് ചേരാനല്ലേ വന്നത്? നിന്റെ ഭാഗ്യം നോക്കൂ, ചേർന്ന അടുത്ത നിമിഷം തന്നെ നിനക്ക് ജോലി റെഡിയാണ്. ഞാനൊരു അഡ്രസ്സ് പറയാം, അവിടെ പോയി ആ വീട്ടിലെ നായയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞ് വന്നതിനേക്കാൾ വേഗത്തിൽ നായികയെ പുറത്തേക്ക് ഓടിക്കുന്നു. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോടാ? മനസ്സിൽ ദേഷ്യപ്പെട്ട് നായിക ഇറങ്ങിപ്പോകുന്നു.
കഷ്ടകാലം നോക്കൂ, അവൾ ഏത് വീട്ടിലേക്കാണോ പോകുന്നത് അതേ വീട്ടിന്റെ വാതിൽക്കൽ ഇൻസ്പെക്ടറുടെ വണ്ടി നിൽക്കുന്നു. അയ്യോ അയ്യോ, ഇവനാണോ? എന്നെ കണ്ടാൽ ഞാനവനെ ഫോളോ ചെയ്തു വന്നു എന്നും പറഞ്ഞ് വീണ്ടും കരകരയെന്ന് അലറുമല്ലോ. അകത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് നായിക ശങ്കിച്ചു നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ അകത്തുണ്ട്. അതിലുപരി മൃതദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു പാർട്ടിക്ക് പോയില്ലേ, രാഷ്ട്രീയക്കാരന്റെ പാർട്ടി. ആ രാഷ്ട്രീയക്കാരന്റെ വീടാണിത്. അകത്ത് രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാരിയുടെ ഭാര്യയുമുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരന്റെ അടുത്ത് ഇൻസ്പെക്ടർ ഇരയുടെ ഫോട്ടോ കാണിച്ച്, ഇവൾ നിങ്ങളുടെ പാർട്ടിക്ക് വന്നിട്ടുണ്ട്, ഇവളെ നിങ്ങൾക്കറിയുമോ, നിങ്ങളാണോ ഇവളെ ക്ഷണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയക്കാരൻ അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ ഫോട്ടോ കണ്ടവരുടെ ഭാര്യ, ഈ പെൺകുട്ടി എനിക്കറിയാം, പാർട്ടിക്ക് വന്നിരുന്നു, അവളെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നടന്ന ഫ്ലാഷ് ബാക്ക് പറയുന്നു. ആരാണെന്നറിയില്ല സർ, ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ കൂടെയാണ് ഈ പെണ്ണ് ഞങ്ങളുടെ പാർട്ടിക്ക് വന്നത്. പാർട്ടിയിൽ കൂടെ വന്നയാളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുനേരം സമാധാനമായി പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഇദ്ദേഹം, അതായത് ആ രാഷ്ട്രീയക്കാരൻ, വരുന്ന തെരഞ്ഞെടുപ്പിൽ താനും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. തന്റെ ഈ വളർച്ചയ്ക്ക് കാരണം തന്റെ ഭാര്യയാണെന്ന് പാർട്ടിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് അവരുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണ് മനഃപൂർവ്വം രാഷ്ട്രീയക്കാരന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവരുടെ കഴുത്തിലിട്ടിരിക്കുന്ന മാല ഉയർത്തിക്കാണിച്ചു. പിന്നീടെന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ പെണ്ണും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും തമ്മിൽ വലിയ വഴക്കായി. പാർട്ടിയിലുള്ളവരെല്ലാം അവരെയാണ് നോക്കിയത്. അവൻ ആ പെണ്ണിനെ വലിച്ചഴച്ച് അവിടുന്ന് കൊണ്ടുപോയി. ഈ വഴക്ക് നടന്നില്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ഭാര്യ ആ പെണ്ണിനെ ശ്രദ്ധിക്കുമായിരുന്നില്ല എന്നുകൂടി പറയുന്നു. എന്തോ ആ കഥയെല്ലാം കേട്ട് കാറ്റുകൊള്ളാൻ ഇൻസ്പെക്ടർ പുറത്തേക്ക് വരുന്നു. അവിടെ നായിക ഒളിഞ്ഞു നിന്ന് ആ കഥയെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നല്ലോ. ഇൻസ്പെക്ടർ നായികയെ കണ്ടതും, ദൈവമേ, നീ ഒരു കാലത്തും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇൻസ്പെക്ടർ ചീത്ത പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ നായിക ഇടയ്ക്ക് കയറി പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തു വന്നതല്ല, ഇവിടെ എനിക്ക് മറ്റൊരു ജോലിയുണ്ട്, അതിനുവേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ് നായിക എന്തിനാണ് വന്നതെന്ന് പറയുന്നു. രാഷ്ട്രീയക്കാരൻ നായികയെ തന്റെ വളർത്തുന്ന നായയുടെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അത് നായയാണോ? അത് പശുക്കിടാവിനെപ്പോലെ അത്രയും വലിയ വലിപ്പമുണ്ട്. കണ്ടതും നായികയുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഈ നായയെ കൈകാര്യം ചെയ്യുന്നതിൽ ആദ്യത്തെ പ്രധാന കാര്യം, നായയുടെ അടുത്തു വരുമ്പോൾ പേടിക്കരുത്. നീ പേടിച്ചാൽ നായ അത് മനസ്സിലാക്കും. പിന്നെ ബാക്കി എന്തു നടക്കുമെന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് രാഷ്ട്രീയക്കാരൻ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നു. ശേഷം ആ സീൻ കട്ടാവുന്നു. അടുത്തത് നായിക ഒരു പിസ്സ കടയിൽ പോയി അവിടെ നിന്ന് പിസ്സ വാങ്ങി പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നതും ആരോ ഒരാൾ നായികയെ പിന്തുടർന്നു പോകുന്നു. പേടിച്ച് നായിക ഓടുമ്പോൾ അവനും പിന്നാലെ ഓടിവരുന്നു. ഇതിലും കൂടുതൽ ഓടാൻ കഴിയില്ല ദൈവമേ എന്ന് പറഞ്ഞ് നായിക ഇൻസ്പെക്ടർ പറഞ്ഞ എമർജൻസി ബട്ടൺ ഫോണിൽ അമർത്തുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവൻ നായികയെ പിന്തുടർന്നു വന്നതൊന്നുമല്ല. പിസ്സ കടയിൽ നിന്ന് നായിക പുറത്തു വന്നില്ലേ, ബാക്കി പണം വാങ്ങാതെയാണ് വന്നതെന്ന് തോന്നുന്നു. അത് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ അവളെ പിന്തുടർന്നത്. ഓ മൈ ഗോഡ്, എമർജൻസി ബട്ടൺ അമർത്തിയല്ലോ, സ്നേഹമുള്ള ഇൻസ്പെക്ടർ പറന്നു വരുമല്ലോ എന്ന് നായിക കരുതി അവിടെ കാത്തിരിക്കുന്നു. അങ്ങനെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നു. അവൻ വളരെ ലേറ്റായാണ് വരുന്നത്. എടോ, നിന്നെ വിശ്വസിച്ച് ഞാൻ എന്റെ ജീവൻ പണയം വെച്ചല്ലോ. ഈ സമയത്തിനുള്ളിൽ എന്നെ 500 തവണ കൊന്നിട്ടിട്ടുണ്ടാകുമല്ലോ. എന്റെ ജീവനേക്കാൾ വേറെന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് നീ നോക്കിക്കൊണ്ടിരുന്നത്? എന്തിനാണ് വരാൻ ഇത്രയും നേരം വൈകിയത് എന്ന് നായിക ദേഷ്യപ്പെടുന്നു. അതിനെല്ലാം കാരണമുണ്ട്. ആ പെണ്ണിനെ ആരോ കൊന്നത്, അവനെ ഞാൻ പിടികൂടി. അവൻ ആ കാറിലുണ്ട്. പാർട്ടിക്ക് ഇരയോടൊപ്പം വന്നില്ലേ? ഇരയെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ആ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞവൻ, അവനാണ് കൊലപാതകി. മേഡർ വെപ്പണിൽ അവന്റെ വിരലടയാളമുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് രണ്ടും വഴക്കിട്ടല്ലേ പോയത്? വഴക്ക് മൂർച്ഛിച്ച് ഇവനാണ് ഇരയെ കൊന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇതെല്ലാം വിശ്വസിക്കാൻ കഴിയുന്നതാണോ? എന്താ, കൊലപാതകിക്ക് ആ ആയുധത്തിൽ നിന്ന് അവന്റെ വിരലടയാളം മായ്ക്കാനറിയില്ലേ? എന്തോ ഒരു പന്തിക്കേട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ദയവായി എനിക്കൊരു അവസരം തരൂ. ഇരയുടെ അടുത്ത് നിന്ന് എന്റെ കൂട്ടുകാരിയുടെ മാല എങ്ങനെയാണ് ഇരയുടെ അടുത്ത് വന്നതെന്ന് എനിക്കൊന്ന് ചോദിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് നായിക എത്ര അപേക്ഷിച്ചിട്ടും കഴിയില്ല, നടക്കില്ല, ഒരിക്കലും നടക്കില്ല. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഇവിടെ തന്നെ നിൽക്കൂ, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഒരു വശത്തേക്ക് പോകുന്നു. പതിവ് പോലെ നായിക അവളുടെ വിദ്യ കാണിച്ചു. കാറിനുള്ളിലിരുന്ന ഇരയുടെ കൂടെ വന്ന ആളിന്റെ അടുത്ത് ചെന്ന്, ബ്രോ, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ ആളിന്റെ കഴുത്തിൽ ഒരു മാല ഇട്ടിരുന്നില്ലേ? ആ മാല അവൾക്ക് എങ്ങനെയാണ് ബ്രോ കിട്ടിയത്? അത് മാത്രമൊന്ന് പറയാൻ കഴിയുമോ എന്ന് നായിക ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അവനത് അറിയില്ലായിരുന്നു. ആ മാല മരിച്ച പെണ്ണിന് എവിടെന്ന് കിട്ടിയെന്ന് പോലും അറിയില്ലായിരുന്നു. അതുവരെ അവൾ അത് ഇട്ടിട്ടേയില്ല. പക്ഷേ അന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനൊരു പാർട്ടിയുണ്ട് എന്നും അവിടെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയത് അവളുടെ അടുത്ത് അങ്ങനൊരു മാലയുണ്ട്, ആ മാലയിട്ടാണ് വരിക എന്ന് പറഞ്ഞ് എവിടെയോ സൂക്ഷിച്ചു വെച്ചിരുന്ന മാല മണിക്കൂറുകളോളം തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിട്ടിട്ടാണ് അവൾ പാർട്ടിക്ക് വന്നത്.
ആ മാലയ്ക്ക് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്നെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ നടിക്ക് മനസ്സിലായി മരിച്ച ആ പെൺകുട്ടിയുടെ ആ പ്രവൃത്തിക്ക് പിന്നിൽ വേറെ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന്. ശരി, നോക്കാം. ഇതുവരെ ഇര ആരാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് കണ്ടെത്തിയത്. അവളൊരു പാർലറിൽ മുടിവെട്ടുന്ന ജോലി ചെയ്തിരുന്നത്രേ. അവിടെ പോയാൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് നായിക അവനിൽ നിന്നും മനസ്സിലാക്കുന്നു. അതുപോലെ അവിടെ പോയി ജോലി ചെയ്യുന്ന പെൺകുട്ടികളോട് ഇര ആരാണ്, എങ്ങനെയുള്ളവളാണ് എന്ന വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നു. പിന്നാലെ ഇൻസ്പെക്ടർ അവിടെ എത്തി. വീണ്ടും വീണ്ടും അവൻ പോകുന്നിടത്തേക്ക് ഞാൻ പോവുകയാണോ അതോ ഞാൻ പോകുന്നിടത്തേക്ക് അവൻ വരികയാണോ? എന്തായാലും അവൻ എന്നെ ചീത്ത പറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതി പേടിച്ച് നിൽക്കുമ്പോൾ നായികയെ കണ്ട ഇൻസ്പെക്ടർക്ക് എന്തു പറയണമെന്നറിയില്ല. ക്ഷമയോടെ നായികയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നവൻ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അതിനായി ആദ്യം അവനൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വയ്ക്കുന്നു. അവൻ ഫുൾ ടൈം സിഗരറ്റ് വലിക്കുന്നവനാണ്. അതിശയമെന്ന് പറയട്ടെ, ആ സിഗരറ്റ് അവൻ കളഞ്ഞുകൊണ്ടെന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ആ പ്രവൃത്തി കണ്ട് നടി അതിശയിക്കുന്നു. കാരണം അവൻ അങ്ങനെ സിഗരറ്റ് കളയുന്നത് ഇതുവരെ നടി കണ്ടിട്ടില്ല. ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, അന്ന് മന്ത്രവാദിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗികളുടെ കൂടെ ഞാൻ നിന്നില്ലേ, അപ്പോൾ അയാൾ എന്തോ ഒരു മന്ത്രം ചൊല്ലി എൻ്റെ തലയ്ക്കുമീതെ ഭസ്മം പോലെ എന്തോ എറിഞ്ഞില്ലേ, അതിനുശേഷം എനിക്ക് വലിക്കാൻ തോന്നിയിട്ടില്ല. എന്ത് മന്ത്രമാണെന്നറിയില്ല, എന്തായാലും അത് വർക്കായിരിക്കുന്നു. അത് കൊള്ളാലോ എന്ന് അവളും പറയുന്നു. പിന്നെ അവൻ വന്ന കാര്യത്തിലേക്ക് കടക്കുന്നു. അവൾ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളോട് ആ മരിച്ചുപോയ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവളുടെ കൂടെയുണ്ടായിരുന്ന ലവ്വർ, അതായത് ആ ഫോട്ടോഗ്രാഫർ, അവളെ കൊല്ലാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് ആ പെൺകുട്ടികൾ പറയുന്നത്. ഇൻസ്പെക്ടർ എന്തോ തെറ്റായ നിഗമനത്തിലാണ് ആ ഫോട്ടോഗ്രാഫറെ അറസ്റ്റ് ചെയ്തത് എന്ന് തോന്നുന്നു എന്ന് നായിക പറയുന്നു. അതുതന്നെയാണ് ഇൻസ്പെക്ടറും പറയുന്നത്. ശരിയാണ്, ഇരയുടെ ആ ലവ്വർ കൊലപാതകയല്ല. ഇരയുടെ കൊലപാതകം നടന്നപ്പോൾ ഇവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതേയില്ല. രാഷ്ട്രീയക്കാരൻ്റെ പാർട്ടിയിൽ തന്നെയാണ് അവനുണ്ടായിരുന്നത്. അതിനുള്ള തെളിവ് വീഡിയോ ഫൂട്ടേജായി തന്നെയുണ്ട്. കൂടാതെ മർഡർ വെപ്പൻ പാർട്ടിയിൽ ബാർബിക്യൂ ഒക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നൊരു മൂർച്ചയുള്ള വസ്തുവാണ്. അത് ആർക്ക് വേണമെങ്കിലും കൈകൊണ്ടെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈരേഖയും അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതോടെ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇൻസ്പെക്ടർ തളർന്നുപോയി എന്ന് പറയുന്നു. ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടി? ഇരയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അതുകൊണ്ട് നാളെ ഇരയുടെ വീട്ടിൽ ശവസംസ്കാരം നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നീയും വാ എന്ന് നായിക പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പോകുന്നു. ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇരയുടെ ശരീരം അടക്കം ചെയ്തിട്ട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂട്ടമായി ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവരും ചേരുന്നു. ഈ വീട്ടിൽ ഇരയുടെ മുറി എവിടെയാണോ അവിടെ പോയാലേ അവളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് നായിക എഴുന്നേറ്റു. എന്നാൽ ഇരയുടെ അമ്മയുടെ ശ്രദ്ധ നായികയിൽ പതിഞ്ഞു. ഇവളുടെ പെരുമാറ്റം അത്ര ശരിയല്ലല്ലോ, ഒരു കള്ളലക്ഷണത്തോടെയാണല്ലോ നടക്കുന്നത് എന്ന് അവർ ഹീറോയിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരൊന്ന് കണ്ണുവെട്ടിയ തക്കത്തിന് ഹീറോയിൻ ഇരയുടെ മുറിക്കുള്ളിൽ കടന്നു. അവിടെയാണ് ആ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. മുറിക്കുള്ളിൽ 15 വർഷം മുമ്പ് കാണാതായ ഹീറോയിന്റെ ഫ്രണ്ടും ഇരയും കൂടി ഒന്നിച്ചെടുത്തൊരു ഫോട്ടോ ഇരിക്കുന്നു. ആ ഫോട്ടോയിൽ ഹീറോയിന്റെ സുഹൃത്ത് ആ മാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരയുടെ അമ്മ അവിടെ വരുന്നു. ആൻറ്റി, ഈ ഫോട്ടോയിൽ നിങ്ങളുടെ മകളുടെ കൂടെയുള്ള ഈ പെൺകുട്ടി ആരാണെന്നറിയാമോ എന്ന് ഹീറോയിൻ തന്റെ സംശയം ചോദിച്ചു. അവൾ എന്റെ മകളുടെ അടുത്ത സുഹൃത്താണ് മോളെ. രണ്ടുപേരും അത്രയ്ക്ക് ആത്മബന്ധമുള്ളവരായിരുന്നു. അവർ ധരിക്കുന്ന ആഭരണങ്ങളായാലും മേക്കപ്പ് സാധനങ്ങളായാലും വസ്ത്രങ്ങളായാലും എല്ലാം അവർ പരസ്പരം മാറി മാറി ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ആ പെൺകുട്ടി എവിടെയോ പോയി, എങ്ങോട്ട് പോയെന്നറിയില്ല. അതവിടെ നിൽക്കട്ടെ, ആദ്യം നീ ആരാണ്? നിന്നെ ഇതുവരെ ഞാൻ എന്റെ മകളുടെ കൂടെ കണ്ടിട്ടില്ലല്ലോ. അവൾ ജോലി ചെയ്യുന്ന കടയിലും നീയില്ലല്ലോ. ആരോടും പറയാതെ മുറിക്കുള്ളിൽ വന്ന് എന്തു നോക്കുകയാണ് എന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട്. ഒരുവിധം അവിടുന്ന് എന്തോ പറഞ്ഞ് താഴേക്ക് വരുമ്പോഴാണ് അന്വേഷണത്തിനായി വന്ന നമ്മുടെ ഇൻസ്പെക്ടർ 2 പെഗ്ഗടിച്ച് കിറുങ്ങിയിരിക്കുകയാണവിടെ. അങ്ങനെ അവിടുന്ന് എന്തോ പറഞ്ഞ് രണ്ടുപേരും ഒരുവിധം തടിതപ്പുന്നു. നടന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഹീറോയിന്റെ സുഹൃത്തും കൊല്ലപ്പെട്ടവളും, അതായത് വിക്ടിം, പണ്ടൊന്നിച്ചുണ്ടായിരുന്നു എന്ന് വന്നാൽ അവളൊരു രാഷ്ട്രീയക്കാരന്റെ പാർട്ടിക്ക് പോയിരുന്നല്ലോ. അവിടെയുള്ള ആരോ ഒരാൾക്ക് ഹീറോയിന്റെ സുഹൃത്തിനെ നേരത്തെ അറിയാമായിരുന്നു. അത് സൂചിപ്പിക്കാനായിട്ടാണ് ഹീറോയിന്റെ സുഹൃത്തിന്റെ മാലയും ധരിച്ച് അവൾ ആ പാർട്ടിക്ക് പോയത്. ഇത് ഇഷ്ടപ്പെടാത്ത ആരോ ഒരാൾ അവളെ കൊന്നു. പക്ഷെ അത് ആരായിരിക്കും? നമ്മുടെ സുഹൃത്തിന് എന്ത് സംഭവിച്ചു കാണും? എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ അവൾ അവിടെ പോയത് എന്നൊക്കെ ചിന്തിച്ച് ഹീറോയിൻ കാർ ഓടിച്ചു വരുമ്പോൾ മറ്റൊരു കാർ ഹീറോയിനെ പിന്തുടർന്നുണ്ടായിരുന്നു. അന്നേരത്തേക്ക് ഹീറോയിൻ അത് കാര്യമാക്കിയില്ല. അടുത്ത ദിവസമാണ് ഹീറോയിൻ സുഹൃത്തിന്റെ വീട്ടിൽ പോയത്. അവിടെ സുഹൃത്തിന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട്, നിങ്ങളുടെ മകൾ എന്തിനാണ് വീട് വിട്ടുപോയത്? ഇതുവരെ നിങ്ങൾ എന്നോടത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും അത് ചോദിച്ചില്ല. ഇപ്പോഴെങ്കിലും പറയൂ, എനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് ഹീറോയിൻ വാശി പിടിച്ചപ്പോൾ അവരൊരു അപ്രതീക്ഷിത ട്വിസ്റ്റ് നൽകുന്നു. തന്റെ മകളും പിന്നെ അവളുടെ കൂട്ടുകാരി, അതായത് ഇപ്പോൾ മരിച്ച പെൺകുട്ടിയും അവരുടെ നാട്ടിലെ ഒരു റേസ് കോഴ്സിൽ വെയിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു.
ആ സമയത്തവിടെ ആരോടോ പരിചയപ്പെട്ട് കല്യാണത്തിനു മുമ്പ് തന്നെ എന്റെ മകൾ ഗർഭിണിയായി. ആ ആൾ ആരാണെന്ന് മാത്രം അവൾ പറഞ്ഞില്ല. ഇതെല്ലാം അവരുടെ അച്ഛൻ അറിഞ്ഞാൽ അടിച്ചുകൊല്ലും. അതുകൊണ്ട് ഇവിടെ നിന്നാൽ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ നിന്നുകൊണ്ടെല്ലാവർക്കും എന്തിനാ പ്രശ്നം എന്ന് കരുതിയാണ് അവൾ വീട് വിട്ടോടിപ്പോയത്. എന്ത്? എന്റെ കൂട്ടുകാരി ഗർഭിണിയായിരുന്നോ? ഉറ്റ സുഹൃത്താണെന്നാണ് ഞാൻ കരുതിയത്. ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്ത് സൗഹൃദമാണിത്? തകർന്ന മനസ്സോടെ ഹീറോയിൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്നലെ ഹീറോയിന്റെ കാറിനെ ഒരു കാർ പിന്തുടർന്നു വന്നില്ലേ? അതേ കാർ ഇപ്പോഴും ഹീറോയിനെ പിന്തുടരുന്നു. പേടിയോടെ ഹീറോയിൻ പരിഭ്രമിച്ചോടി. അപ്പോൾ മുന്നിൽ ഹീറോ വരുന്നു. ഉടനെ പിന്നാലെ വന്ന കാർ ക്രോസ് ചെയ്ത് കടന്നുപോയി. നല്ല സമയത്താണ് നീ വന്നത് ദൈവമേ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ട്. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഹീറോ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. ഇത് വീട്ടിനുള്ളിൽ നിന്ന് കണ്ട ഹീറോയിന്റെ ഭർത്താവിന് ഭയങ്കര അസൂയയും ദേഷ്യവും തോന്നുന്നു. ഹീറോയിൻ അകത്തേക്ക് വന്നപ്പോൾ, എന്താ ഇത്? ഞാൻ നിനക്കായി എന്തൊക്കെയോ സർപ്രൈസുകൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. നീ ആരോടൊപ്പമോ ബൈക്കിൽ വന്നിറങ്ങുന്നു. വാ പോകാം എന്നു പറഞ്ഞ് ഹീറോയിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത്രയും വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹീറോയിന് ചിരിക്കണോ കരയണോ എന്നറിയില്ല. അവിടെ വെച്ച് അയാൾ അവൾക്കൊരു സമ്മാനം നൽകുന്നു. തുറന്നു നോക്കുമ്പോൾ അതൊരു പെർഫ്യൂം കുപ്പിയാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ട ആ മൊട്ടത്തലേന്റെ ഹോട്ടലാണിത്. ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂം കണ്ടപ്പോൾ ഹീറോയിൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ അവൾ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങിപ്പോയി. അടുത്ത ദിവസം ഭർത്താവ് ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോയ ശേഷം ഭർത്താവ് പെർഫ്യൂം വാങ്ങിയതിന്റെ രസീത് ഹീറോയിൻ ഒരു ബുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ രസീത് കാണാനില്ല. ഉള്ള പ്രശ്നങ്ങളിലിടയിൽ ഇതും കൂടിയായോ എന്ന് ചിന്തിച്ചു നിൽക്കുകയാണവൾ. ശരി, പിന്നെ നോക്കാമെന്ന് കരുതി സുഹൃത്തിന്റെ അമ്മ പറഞ്ഞ ആ റേസ് കോഴ്സിലെ ഹോട്ടലിലേക്ക് അവൾ പോയി. ഇരയും ഹീറോയിന്റെ സുഹൃത്തും പണ്ട് ജോലി ചെയ്തിരുന്ന ആ ഹോട്ടൽ ഇപ്പോൾ നടത്തുന്നത് ഉടമയുടെ മുൻ ഭാര്യയാണ്. അവിടെ ചെന്നവൾ ഉടമയുടെ മുൻ ഭാര്യയോട് ആ 2 പെൺകുട്ടികളെക്കുറിച്ചും അന്വേഷിച്ചു. തന്റെ സുഹൃത്തിന് ഇവിടെ വെച്ച് എന്തെങ്കിലും എഫെയർ ഉണ്ടായിരുന്നോ എന്നവൾ അന്വേഷിക്കുന്നു. എന്റെ കൂട്ടുകാരി ആരെയാണ് സ്നേഹിച്ചത്? അവന്റെ പേര് മാത്രമൊന്ന് പറയാമോ എന്ന് ഹീറോയിൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ രാഷ്ട്രീയക്കാരന്റെ പേരാണ്. അങ്ങനെ ഹീറോയിന്റെ സുഹൃത്തും രാഷ്ട്രീയക്കാരനും തമ്മിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ റേസ് കോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ പരിചയത്തിലായി. അവർ പ്രമേയിക്കാൻ തുടങ്ങി. ആ രാഷ്ട്രീയക്കാരൻ കാരണം സുഹൃത്ത് ഗർഭിണിയാവുകയും ചെയ്തു. ആ സമയത്ത് രാഷ്ട്രീയക്കാരന്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. പണവും അധികാരവുമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരുന്നു അയാൾ. നമ്മുടെ സുഹൃത്തിനെ അയാൾ സത്യസന്ധമായി പ്രണയിച്ചിരുന്നുവെങ്കിലും താൻ കാരണം ഒരു പാവപ്പെട്ട പെൺകുട്ടി ഗർഭിണിയായി എന്ന വിവരം പുറത്തറിഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് അയാൾ അവളെ കൊന്നുകാണും. അയാൾ കാരണമാണ് അവൾ കാണാതായത് എന്നറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പാർക്കിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി രാഷ്ട്രീയക്കാരനെ കുരുക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിന്റെ മാലയും ധരിച്ച് അയാളുടെ പാർട്ടിക്ക് പോയത്. അവൾ സത്യം പുറത്തു പറയുമോ എന്ന് ഭയന്ന് രാഷ്ട്രീയക്കാരൻ അവളെയും കൊന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഹീറോയിൻ ഇൻസ്പെക്ടർ വന്നപ്പോൾ വിവരം പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ അറസ്റ്റ് ചെയ്യുക എന്നത് അത്ര നിസ്സാര കാര്യമാണോ? തെളിവൊന്നുമില്ലാതെ എങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്യും? ശവശരീരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതില്ലാത്ത സ്ഥിതിക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. തുടർന്ന് ഹീറോയിനും ഇൻസ്പെക്ടറും കൂടി ആ മന്ത്രവാദിയെ ചെന്ന് കാണുന്നു. ഈ തട്ടിപ്പുകാരനായ മന്ത്രവാദി വെറുമൊരു വ്യാജനാണെന്ന് നമുക്കറിയാം. പിന്നെന്തിനാണ് ഹീറോയിൻ ഇയാളെ തേടി വന്നത് എന്ന് നോക്കിയാൽ ആ തട്ടിപ്പുകാരനെക്കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കാനാണ്. എങ്കിലും അയാൾ എന്തോ ചെയ്തു എന്ന് കരുതി കാലങ്ങളായി പുകവലിച്ചുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർക്ക് ഇപ്പോൾ പുകവലിക്കുന്നത് അത്ര വിശ്വസനീയമല്ല. എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ. ഞങ്ങൾ പറയുന്ന ഒരിടത്ത് എന്തെങ്കിലും മൃതദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഇന്നാകട്ടെ ആ രാഷ്ട്രീയക്കാരൻ തന്റെ വീടിന്റെ ഗാർഡനിൽ ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ വരാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഹീറോയിനും മന്ത്രവാദിയും പോയി മൃതദേഹം തിരയുകയാണ്. ഇത് കണ്ട് പന്തികേട് തോന്നിയ രാഷ്ട്രീയക്കാരൻ അവിടെ വന്നു പറയുന്നു, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടെ വന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ അവരെ പറഞ്ഞുവിടാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നിട്ടും മന്ത്രവാദി, മണി ഈ സ്ഥലമാണ് കാണിക്കുന്നത്, ഒന്ന് മാറി നിൽക്കൂ, അവിടെ എന്താണുള്ളതെന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. രാഷ്ട്രീയക്കാരൻ അത് സമ്മതിക്കുമോ? ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി. പക്ഷേ അന്ന് രാത്രി തന്നെ മന്ത്രവാദി ഏത് സ്ഥലമാണോ പറഞ്ഞത്, ശരിക്കും അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മൃതദേഹം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ രാഷ്ട്രീയക്കാരൻ അർദ്ധരാത്രിയിൽ തന്നെ ആ സ്ഥലം വന്ന് കുഴിക്കുകയാണ്. പക്ഷേ ഇൻസ്പെക്ടർ കെണിയൊരുക്കി അവനെ പിടിച്ചു. അടുത്ത ദിവസം സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. തന്റെ കൂട്ടുകാരിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ ഹീറോയിനുണ്ടാകുമല്ലോ. അതുകൊണ്ട് അവളും വാതിലിനരികിൽ നിന്ന് ഉള്ളിൽ രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുകയാണ്. യെസ്, പറയൂ, രാഷ്ട്രീയക്കാരന്റെ വേഷം കിട്ടിയ കില്ലർ, ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തു ചെയ്തു?
നിങ്ങളുടെ അന്തസ്സ് പോകുമെന്ന് കരുതി പാവം ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ, എന്താ ഇൻസ്പെക്ടർ, നിങ്ങൾ എപ്പോഴെങ്കിലും ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി ഒന്നിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും പ്രണയം നാൾക്കുനാൾ കൂടിക്കൂടി വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ സ്നേഹിച്ചവനാണ് ഇൻസ്പെക്ടർ. പ്രണയം മൂത്ത് ഒരു ദിവസം എന്റെ ഭാര്യ നാട്ടിലില്ലാത്ത സമയത്ത് ആ പ്രണയിനിയോടൊപ്പം സമയം ചെലവഴിക്കാമെന്ന് കരുതി അവളെ വീട്ടിലേക്ക് വരുത്തി. അന്ന് പുറത്തൊരു പാഴ്സൽ വന്നപ്പോൾ അത് വാങ്ങാൻ ഞാൻ പോയി. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. തിരിച്ചു വന്നു നോക്കുമ്പോൾ ആ പെൺകുട്ടി കോണിപ്പടിയിൽ നിന്ന് കാല് തെറ്റി വീണ് മരിച്ചു കിടക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചുപോയി. ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ തന്നെ കുറ്റക്കാരനാകുമെന്ന് തോന്നി. അതുകൊണ്ട് ശരീരം ആരും അറിയാതെ എന്റെ വീടിന്റെ ഗാർഡനിൽ തന്നെ കുഴിച്ചിട്ടു. അല്ലാതെ ആ പാർട്ടിക്ക് വന്ന കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ അവളോടൊന്നും ചെയ്തിട്ടില്ല, വിശ്വസിക്കണം എന്നൊക്കെ രാഷ്ട്രീയക്കാരൻ ഓരോ കഥകൾ പറയുന്നു. അവൻ പറയുന്ന കഥകളൊക്കെ വിശ്വസിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. എങ്കിലും തന്റെ കൂട്ടുകാരി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഹീറോയിന് താങ്ങാനാവാത്ത സങ്കടമായി. ആ സങ്കടത്തിനിടയിലും ജോലിക്ക് പോകണമല്ലോ. ഹീറോയിൻ ഹീറോയുടെ ക്ലിനിക്കിൽ ജോലിക്ക് ചേർന്നിരുന്നല്ലോ. ആ പൊളിറ്റീഷ്യന്റെ നായയ്ക്ക് എന്തോ അസുഖമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോയിരുന്നല്ലോ. ആ നായയ്ക്ക് മരുന്ന് നൽകാൻ വേണ്ടി നമ്മുടെ നായിക വീണ്ടും രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഹീറോയിൻ അങ്ങനെ ആ വീട്ടിലെത്തി ഉള്ളിൽ കയറി മാഡം എന്ന് വിളിക്കുന്നതിനു മുൻപേ തന്നെ വീടിനുള്ളിൽ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയും ആ ഉടമയായ മൊട്ടത്തലേനും, അതായത് ഹീറോയുടെ ഹസ്ബൻഡിന്റെ ആ കോടീശ്വരനായ ഹോട്ടൽ ഓണറും തമ്മിലുള്ള സംസാരത്തിലൂടെ ഞെട്ടിക്കുന്ന പല ട്വിസ്റ്റുകളും വെളിപ്പെടുന്നു. രാഷ്ട്രീയക്കാരൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന് പ്രചാരണ ഫണ്ടായി ആ ഉടമ 1 മില്യൺ നൽകിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ ജയിലിലായതുകൊണ്ട് ആ മൊട്ടത്തലയൻ ഉടമ വന്നിട്ട് രാഷ്ട്രീയക്കാരന്റെ ഭാര്യയോട് പണം തിരിച്ചു ചോദിക്കുകയാണ്. തനിക്ക് അതുമായി ഒരു ഇടപാടുമില്ല, അതുകൊണ്ട് തന്നെ പണം തിരിച്ചു തരാൻ കഴിയില്ല എന്നവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പല രഹസ്യങ്ങളും പുറത്തു പറയേണ്ടി വരുമെന്ന് ആ മൊട്ടത്തലയൻ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ പൊളിറ്റീഷ്യന്റെ ഭാര്യ പറയുന്നു, നീ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. 15 വർഷം മുൻപ് നീ ആ പെൺകുട്ടിയെ എന്റെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നില്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരന്റെ ഭാര്യ ഒരു ഫ്ലാഷ് ബാക്ക് വെളിപ്പെടുത്തുന്നു. ഹീറോയിന്റെ കൂട്ടുകാരിയും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ബന്ധം അന്ന് തന്നെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒരേ മുറിയിൽ വെച്ച് കയ്യോടെ പിടികൂടി ആ ദേഷ്യത്തിൽ ഭാര്യ സ്വന്തം നാട്ടിലേക്ക് പോകുകയാണെന്ന് അവർ കള്ളം പറഞ്ഞ് ആരും കാണാതെ അവൾ അവിടെ തന്നെ നിന്നു. അത് വിശ്വസിച്ച് രാഷ്ട്രീയക്കാരൻ വീണ്ടും ഹീറോയിന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് വരുത്തി. അവൻ പാഴ്സൽ വാങ്ങാൻ പുറത്തേക്ക് പോയ സമയത്ത് രാഷ്ട്രീയക്കാരന്റെ ഭാര്യ മുകളിൽ ചെന്ന് ഹീറോയിന്റെ സുഹൃത്തുമായി വഴക്കിട്ടു. ആ വഴക്കിനിടയിലാണ് അവൾ കോണിപ്പടിയിൽ നിന്ന് കാല് തെറ്റി താഴെ വീണ് മരിച്ചത്. ഈ വിഷയം ആ മൊട്ടത്തലേന് അന്ന് തന്നെ അറിയാമായിരുന്നു. അവൻ തന്നെയാണ് രാഷ്ട്രീയക്കാരനെ സഹായിച്ചത്. അവൾ അബദ്ധത്തിൽ മരിച്ചുപോയതാണ്, നമുക്ക് ശരീരം കുഴിച്ചുമൂടാമെന്ന് പറഞ്ഞ് അവരത് കുഴിച്ചുമൂടി. അതോടെ പ്രശ്നം തീർന്നു എന്ന് അവർ കരുതി. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരുത്തി ആ പഴയ മാലയും അണിഞ്ഞു വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാർട്ടിക്ക് വന്നപ്പോൾ അവൾക്കൊപ്പം വന്ന ഫോട്ടോഗ്രാഫറുമായിട്ടല്ല വഴക്കിട്ടത്, രാഷ്ട്രീയക്കാരനോടാണ് പ്രശ്നമുണ്ടാക്കിയത്. എവിടെ എന്റെ കൂട്ടുകാരി, നീ അവളോടെന്തോ ചെയ്തിട്ടുണ്ട്, എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ച് അവൾ അവിടെ ചെറിയൊരു ബഹളമുണ്ടാക്കി. ഇത് കണ്ടപ്പോൾ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. എന്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടിയിൽ തന്നെ വന്ന് എന്റെ ഭർത്താവിനെ അപമാനിക്കാൻ അവൾക്ക് എത്ര ധൈര്യം വേണം, ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് കരുതി ഒറ്റയ്ക്ക് നടന്നുപോയ അവളുടെ പിന്നാലെ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാണ് പോയത്. പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ കയ്യിൽ കരുതിയ ബാർബിക്യൂ സ്ക്യൂവർ ഉപയോഗിച്ച് പാർക്കിൽ വെച്ച് അവളെ കുത്തിക്കൊന്നു. ശരിക്കും ഈ സ്ത്രീ ഒരു ഭയാനകമായ കഥാപാത്രമാണ്, ഒരു ഒന്നാന്തരം വില്ലത്തി. നിനക്കെന്തിനായിരുന്നു ഇത്ര ധൃതി? പാർട്ടിക്ക് വന്ന ആ പെൺകുട്ടി ബഹളം വെച്ചിട്ട് പോയാൽ ഞാൻ അവളെ വെറുതെ വിടുമെന്നാണോ നീ കരുതിയത്? ആർക്കും ഒരു സംശയം വരാത്ത രീതിയിൽ ഞാൻ അവളെ വ്യക്തമായി തീർക്കുമായിരുന്നു. എന്റെ ആളെ വിട്ട് ആ കുടിയനെ തട്ടിക്കളഞ്ഞില്ലേ, അതുപോലെ നീയും തിടുക്കം കാട്ടി അവളെ കൊന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ തന്റെ ലീലാവിലാസങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സീനിൽ ചില്ലറ ചോദിച്ചുകൊണ്ട് ഹീറോയിന്റെ പിന്നാലെ ഒരാൾ വന്നില്ലേ, അയാൾ ശരിക്കും ഈ മൊട്ടത്തലയന്റെ ആളാണ്. അവനെ വെച്ചാണ് മൊട്ട ആ കുടിയനെ കൊന്നു തള്ളിയത്. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി സ്വന്തം വായ്കൊണ്ട് തന്നെ കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഏതോ ഒരാൾ ഹീറോയിനെ ഫോൺ ചെയ്യുന്നത്. ഫോൺ ബെല്ലടിച്ചതോടെ ഹീറോയിൻ കുടുങ്ങി. ഹീറോയിൻ സത്യമെല്ലാം അറിഞ്ഞു എന്ന ആ കൊലപാതകികൾക്ക് മനസ്സിലായാൽ പിന്നെ അവർ വെറുതെ വിടുമോ? ഹീറോയിൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങുന്നു. മൊട്ടത്തലയന്റെ ആൾ ഹീറോയിനെ പിന്തുടർന്നു ഓടുന്നു. ഇതിനിടയിൽ ഹീറോയിൻ തന്റെ എമർജൻസി ബട്ടൺ അമർത്തുന്നു. നേരത്തെ തന്നെ ഹീറോയുടെ നമ്പർ വാങ്ങി അവൾ എമർജൻസി ലിസ്റ്റിൽ ചേർത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരേ സമയം ഇൻസ്പെക്ടർക്കും ഹീറോയ്ക്കും ഹീറോയിന്റെ ലൊക്കേഷൻ ലഭിക്കുന്നു. രണ്ടുപേരും വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്.
ഇതേ സമയത്ത് തന്നെ മന്ത്രവാദിയെ കാണാൻ ഷെയ്ഖ് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. കാറിൽ വന്ന ഷെയ്ഖ് കാറിലുള്ളിൽ നിന്ന് ആളുകളെ നോക്കി ടാറ്റ കാണിക്കുന്നുണ്ട്. ആ മൊട്ടത്തലേന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹീറോയിൻ ഷെയ്ഖിന്റെ കാറിനുള്ളിലേക്ക് ചാടിക്കയറി. അവിടെ നോക്കിയപ്പോൾ ആ പഹയൻ മന്ത്രവാദി തന്നെയായിരുന്നു ഷെയ്ഖിന്റെ വേഷം കെട്ടി വന്നിരിക്കുന്നത്. നമ്മുടെ ബിസിനസ് വലിയ കച്ചവടമില്ലാതെ ഡള്ളായിരിക്കുകയാണ്. ആരും വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഷെയ്ഖ് വേഷം കെട്ടുന്നത്. ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞാലല്ലേ ആളുകൾ വിശ്വസിച്ചു വരൂ. ബിസിനസ് വളർത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. വേണേർ ഞാൻ നിന്റെ കാലു പിടിക്കാം, ഇതാരോടും പറയരുത് എന്നവൻ കെഞ്ചുന്നു. അങ്ങനെയല്ല, നിനക്കുള്ളിലൊരു കഴിവുണ്ടെന്നെനിക്ക് തോന്നുന്നു. നിന്റെടുത്ത് വരുന്ന കുറേ പേരുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. ഇൻസ്പെക്ടർ പുകവലി വരെ നിർത്തി. അതുപോലെ അന്ന് രാഷ്ട്രീയക്കാരന്റെ ഗാർഡനിൽ നീയൊരു സ്ഥലം കാണിച്ചില്ലേ, അവിടെ തന്നെയാണ് ശവശരീരവും ഉണ്ടായിരുന്നത്. നീ എന്തിനാണ് നിന്നെ തന്നെ കുറച്ചു കാണുന്നത്? ധൈര്യമായി മുന്നോട്ടു പോകൂ എന്ന അപകടഘട്ടത്തിലും അവന് ഉപദേശം നൽകിയിട്ട് ഹീറോയിൻ പോകുന്നു. എന്നാൽ അവൾ ഏത് ദിശയിലോടിയാലും ആ മൊട്ടത്തലയൻ തോക്കിൻ മുനയിൽ ഹീറോയിനെ പിടികൂടി രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ പട്ടിക്കൂട്ടിൽ അടയ്ക്കുന്നു. അയ്യോ, ഇത് കടിച്ചാൽ 1 കിലോ ഇറച്ചിപോലും ബാക്കിയുണ്ടാവില്ലല്ലോ എന്ന് കരുതി ഹീറോയിൻ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും ഹീറോയും ഇൻസ്പെക്ടറും അവിടെ എത്തുന്നു. ഈ പട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാഷ്ട്രീയക്കാരൻ നേരത്തെ പറഞ്ഞുകൊടുത്തിരുന്നല്ലോ. എന്തു വന്നാലും അതിന്റെ മുന്നിൽ ഭയം കാണിക്കരുത്. അത് പിന്തുടർന്ന് ഹീറോയിൻ ആ പട്ടിയെ മെരുക്കിയെടുക്കുന്നു. അങ്ങനെ കേസ് തെളിയുകയും കുറ്റവാളികളെല്ലാം അറസ്റ്റിലാവുകയും ചെയ്യുന്നു. കൂടാതെ ഹീറോയിന്റെ സുഹൃത്തിന്റെ മാല ഇതുവരെ ലഭിക്കാതിരുന്നല്ലോ. അത് കൊലപാതകം നടത്തിയ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാണ് എടുത്തുവച്ചിരുന്നത്. തെളിവായി അതും ലഭിക്കുന്നു. അവസാനമായി ഇനി തന്റെ ഭർത്താവിനൊപ്പം ജീവിക്കുന്നത് ശരിയാവില്ലെന്ന് അവൾ തീരുമാനിക്കുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. ഹോട്ടലുടമയുടെ പുതിയ ഭാര്യയില്ലേ, അവൾക്ക് വേണ്ടി നീ വാങ്ങിയ പെർഫ്യൂമല്ലേ അത്? ഞാൻ ആ പുസ്തകത്തിൽ വെച്ചിരുന്ന ബില്ല് കണ്ടു എന്ന് മനസ്സിലാക്കിയ നീ എനിക്കും അതേപോലൊരു പെർഫ്യൂം വാങ്ങിത്തന്നു. നീ ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ കൂടെ ജീവിക്കണമെന്നില്ല. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുന്നു. ആ ഉടമ ഇപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിക്കും ഇപ്പോൾ കൂട്ടിനാരുമില്ല. നീ സമാധാനമായി പോയി അവളോടൊപ്പം ജീവിക്കുകയെന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കുന്നു. അവൻ സമാധാനത്തോടെയാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷം ഹീറോയിൻ ഇപ്പോൾ ഒറ്റയ്ക്ക് സന്തോഷത്തോടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്റെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നു. ഇതോടെ സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? അടുത്തൊരു നല്ല സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്കും കൂടി. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.